ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ്. കുറച്ച് ഗ്യാപ്പ് വന്നു ക്ലാസ്സിന്. ഞാൻ ഒരു 10-15 ദിവസം കൂടി ഇല്ലായിരുന്നു. ഒരു തീർത്ഥയാത്രയായിരുന്നു. ഏപ്രിൽ 27 പോയിട്ട് മെയ് 7 ഞാൻ തിരിച്ചെത്തിയത്. അത് കാശി യാത്രയായിരുന്നു. മെയിൻ കാശി പോവുക എന്നുള്ളതാണ്. കാശി പോയി ഗംഗ ത്രിവേണി സംഗമം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സാഗരിക ഒക്കെ ഉണ്ടല്ലോ. സരസ്വതി ദേവി, അതിന് രസം എന്ന് വെച്ചാൽ സരസ്വതി നദി താഴെ അടിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. 3 കളറായിട്ട് നമുക്ക് അറിയാൻ പറ്റും ത്രിവേണി സംഗമം. അവിടെ പോയി നന്നായിട്ട് കുളിച്ചു. ഗംഗയിൽ പോയി കുളിച്ച് മുങ്ങി കുളിച്ചിട്ട് നേരെ ബലിയിടാൻ പോയി. ബലിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് കാശി വിശ്വനാഥനെ തൊഴുതു. പിന്നെ അവിടുന്ന് കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി തൊഴുതു. സങ്കടമോചന ഹനുമാൻ അവിടെ അതൊക്കെ തൊഴേണ്ടതാണ്. മുങ്കര നല്ല വലിയൊരു ഹനുമാനാണ്. അവിടെയൊക്കെ പോയി തൊഴുതു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങി വന്നു. അപ്പോൾ അത്രയും സമയം അത്രയും ദിവസം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അത്രയും ദിവസത്തെ ക്ലാസ് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് വീണ്ടും ക്ലാസ് തുടങ്ങുവാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് കാണാം. ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു നദിയിൽ കൂടെ പോയി കേട്ടോ. അത് സരയൂ നദി. അതൊക്കെ നല്ല രസമാണ്. അവിടെയൊക്കെ ചെന്ന് സരയൂ നദിയിൽ പോയി. പിന്നെ നമ്മൾ അയോധ്യയിൽ പോയിട്ട് അവിടെ പുതിയ പണ്ട് ഞാൻ പോയിട്ടിലാണ്. അവിടുത്തെ അയോധ്യയിൽ പോയിട്ടിലാണ്. അപ്പോൾ പുതിയതായിട്ട് പണിതിട്ട് അയോധ്യയിൽ ഞാൻ ഇപ്പോൾ വീണ്ടും പോവുകയാണ്. അയോധ്യ അവിടെ നന്നായിട്ട് തൊഴാൻ പറ്റി. നല്ല തിരക്കുണ്ടെങ്കിലും നല്ല രീതിയിൽ എല്ലാം പോയി തൊഴാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ ക്യൂ സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പോയി നമ്മൾ തൊഴാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തൊഴുതിട്ട് വന്നു. അയോധ്യയിൽ പോയി തൊഴുതു. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് നല്ല കാര്യങ്ങൾ കുറേ മനസ്സിനകത്ത് കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ക്ലാസ് ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. എല്ലാവരും ക്ലാസ് കണ്ടു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. പറഞ്ഞുതരാം. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, ഈസിയാണ്. നോക്കാം നമുക്ക്. ഇതാണ് സ്റ്റെപ്പ് 1 2 3 1 2 3. അപ്പോൾ ആദ്യത്തെ ഭാഗം 1 2 3 1 2 3. അത് ഒരു കാലിൽ വലത് കാല് വെച്ചു 1 2 അടുത്ത് വെച്ചു 3 വലത് കാല് വീണ്ടും ചവിട്ടി ഇടത് കാല് വെച്ചു വലത് കാല് വെച്ചു ഇടത് കാല് വെച്ചു. അപ്പോൾ വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് കാല് മടക്കിയിട്ട് 1 അധികം ഇങ്ങനെ വേണ്ട, കുറച്ച് 1 2 3 1 2 3. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 3 1 2 3. പിന്നെ നമ്മൾ അടുത്തതിനോട് ചേർന്ന സ്റ്റെപ്പ് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇവിടെ ചേർത്തെടുക്കാം. 1 2 1 2 1 2 1 2. പിന്നെ 1 2 3 4 1 2 3 4. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 1. ആദ്യത്തെ 1 2 3 1 2 3 1 2 3 1 2 1 2 1 2 1 2 1 2 3 1 2 3. അതിൻ്റെ കൂടെ ഉള്ളതാണ് 1 2 1 2 1 2 1 2. അവിടെ നമ്മൾ കൈ എടുത്തിട്ട് കമഴ്ത്തി പിടിക്കുന്നു. അത്രയേ ഉള്ളൂ. ബാക്കി അത് തന്നെയാണ്. മനസ്സിലായി കാണുന്നു. നിങ്ങൾക്ക് ചെയ്തോ. നമ്മളിപ്പോൾ പഠിച്ച സ്റ്റെപ്പ് നമുക്കൊന്ന് ചവിട്ടി നോക്കാം അല്ലേ? ഓക്കെ, ചെയ്തോളൂ. റെഡി. 1 2 3 1 2 3 1 2 3 4 1 2 3 4. ഒന്നുകൂടെ 1 2 3 1 2 3 1 2 3 4 1 2 3 4. ഒന്നും കൂടെ അവിടെ ചെറിയൊരു സംശയം വന്നു ഒരാൾക്ക്. ഒന്നുകൂടെ 1 2 3 1 2 3 1 2 3 4 1 2 3 4. ഒരു പ്രാവശ്യം കൂടെ 1 2 3 1 2 3 1 2 3 4 1
2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? നമുക്കിതിൻ്റെ പാട്ടൊന്ന് പാടി നോക്കാം. ഇപ്പം പഠിച്ചതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തല്ലോ സ്റ്റെപ്പ്, അത് തന്നെ ഞാൻ പാടിയൊന്ന് നോക്കാം. റെഡിയാണല്ലോ? ശരി. പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ, പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ. റെഡി ചെയ്തോളൂ. പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ, പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ. നമുക്ക് പാടി തന്നെ ചെയ്യാം. കാരണം നമ്മൾ പണ്ടൊക്കെ തിരുവാതിര ചെയ്യുമ്പോൾ ഒരാൾ പാടുന്നു, പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഏറ്റുപാടി ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് പാട്ട് പഠിക്കലും ആയല്ലോ. അപ്പം നിർബന്ധമൊന്നുമില്ല, പറ്റുമെങ്കിൽ പാടി നോക്കൂ. ഞാൻ പാടും, ആദ്യം നിങ്ങളത് കേട്ട് ചെയ്യുക, രണ്ടാം നിങ്ങളും കൂടി നമുക്ക് ചേർത്ത് പാടി നോക്കാം. എന്താ, റെഡിയാണോ? ഓക്കെ. പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ. പഠിക്കോ? പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ, പവനമന്ദിരം അതിങ്കൽ വാഴുന്ന ഭുവന പാലക ഭഗവാനേ. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? പാട്ടും പഠിച്ചെടുത്തു ഇപ്പം അല്ലേ? അതാണ്. അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മനസ്സിലായല്ലോ. അടുത്ത സ്റ്റെപ്പ് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ്. അതായത് 1 2 3 4 1 2 1 2 1 2 1 2. അപ്പം നമ്മളിങ്ങനെ കറങ്ങി വരാനാണ്. നമുക്ക് കുറച്ച് പേരുണ്ടാവില്ല, അപ്പോൾ കറങ്ങിയേ വരാം. ഒരേ അടുത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടല്ലോ. അതിനാണ്. അപ്പം 1 2 3 4. പിന്നെ അവിടെ നിന്ന് കാല് നീക്കി 1 2 ചേർത്ത് വെച്ചു. 1 2 1 2 1 2. ഇതാണ് സ്റ്റെപ്പ്. ഇനി ഇതിൻ്റെ കൈ ഇത്ര എടുക്കാം. 1 ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞ് നിൽക്കണം. 1 കുട്ട് മടക്കി കണ്ടോ. 1 2 3 4 1 2 1 2 1 2 1 2. എന്നോട് കളിച്ചു തരാം. 1 2 3 4 1 2 1 2 1 2 1 2. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് കാണുന്നു. നമ്മൾ ഒരാളെ തന്നെ നമുക്ക് ഒന്നാമത് നമ്മൾ റൗണ്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്നു. അപ്പം നമ്മളെല്ലാവരെയും കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നാൽ എല്ലാവരെയും കാണുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ വെച്ച് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. നമുക്ക് എല്ലാവരും ഇങ്ങനെ കറങ്ങി തരാറുള്ളതാണ്. ചെയ്ത് നോക്കൂ. സിമ്പിളാണ്, ഒന്നുമില്ലത്. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ്. നീങ്ങി വരണം, അത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് കാണിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പഠിച്ച സ്റ്റെപ്പ് ഒന്ന് ചെയ്തോളൂ. റെഡിയാണല്ലോ? ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4. ഇനിയും 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തിരിച്ച് വരുന്നവരെയും കറങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണോ ആദ്യം നിന്ന് അവിടെ എത്തണം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്താലേ നിങ്ങളുടെ സ്ഥലത്ത് എത്തുള്ളൂ. ഒന്നുകൂടെ ചെയ്യാം. അതെ ഒരാളെ കാണുന്നേല കേട്ടോ, ഒളിച്ച് നിൽക്കണ ഒരാൾ. ചെയ്തോളൂ. 1 അതെ ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പോൾ വന്നു, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൈ ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് ചെയ്യാം. കൈ എടുത്തു, ചെയ്തു നോക്കാം അല്ലേ? റെഡി? ചെയ്തോളൂ. 1 2 3 4 1 2 1 2 1 2 1 2. ഒന്ന് ചെരിഞ്ഞു കൊടുത്തോളൂ. 1 2 കൈ പൊങ്ങരുത്. 3 4
1 2 1 2 1 2 1 2. നമ്മൾ ഈ എടുക്കുമ്പോൾ ചെരിഞ്ഞെടുക്കുമ്പോൾ കൈ പൊങ്ങരുത്. കൈ നമ്മുടെ കഴുത്തിന് താഴെ വരണം. ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. 1 ചെയ്തോളൂ. 1 2 3 4 1 2 1 2 1 2 1 2. മനസ്സിലായല്ലോ നന്നായിട്ട്? കൈ പൊങ്ങരുത് കേട്ടോ. 1 2 3 4 1 2 3 4. ശരിയാണ്. നമുക്ക് നോക്കാം. ചെയ്തോളൂ. തവ പാദയുഗമൊരു വേള കാൺമാനിവനനുഗ്രഹമരുളേണേ. തവ പാദയുഗമൊരു വേള കാൺമാൻ ഇവനനുഗ്രഹമരുളേണേ. ഒന്നും കൂടെ ചെയ്യാം. തവ പാദയുഗമൊരു വേള കാൺമാൻ ഇവനനുഗ്രഹമരുളേണേ. തവ പാദയുഗമൊരു വേള കാൺമാൻ ഗ്രഹമരുളേണേ. സംശയം വന്നു. തവ പാദയുഗമൊരു വേള കാൺമാനിവനനുഗ്രഹമരുളേണേ. തവ പാദയുഗമൊരു വേള കാൺമാൻ ഇവനനുഗ്രഹമരുളേണേ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റെപ്സാണ് വീണ്ടും എടുത്തിരിക്കുന്നത്. നേരത്തെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പാണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.